മനസ്സിലായി. അദ്ദേഹം ഒരു കത്തൊക്കെ എഴുതി അയക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ കത്ത് കിട്ടി എന്ത് ചെയ്യും? സൂക്ഷിച്ചു. നല്ല സന്തോഷമുണ്ടോ? കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തിരക്കൊക്കെ ആയിരുന്നില്ലേ? നിറയെ ആൾക്കാരായിരുന്നില്ലേ? പ്രതീക്ഷിച്ചിരുന്നു. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके। बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए। यहाँ ये मैडम भी कुछ देना चाहती है लग रहा है, वो बड़ा किताब बना करके लाई लगती है। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം ഒരു കൊച്ചുകുഞ്ഞ് കുറെ നേരമായി ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. മകനെ, നിന്റെ കൈ കഴിക്കും, അവിടെ ഇരിക്കുക. ഞാൻ ഇവിടെ SP ജിയോട് പറയുന്നുണ്ട്, നിന്റെ ആ ചിത്രം ഇവിടെ ഏൽപ്പിക്കുക. ആ ചിത്രം തരുമ്പോൾ അതിന്റെ പിറകിൽ നിന്റെ അഡ്രസ്സും മകന്റെ കുഞ്ഞിന്റെ അഡ്രസ്സും കൂടി അതിൽ എഴുതണം. ഞാൻ കുഞ്ഞിനെ കത്തയക്കുന്നതാണ്. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ, തിരുവനന്തപുരത്തെത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത്. വേദിയിലും അതുപോലെ തന്നെ റോഡിലുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഉറ്റുനോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ കണ്ണു പോയത് ഒരു കുഞ്ഞിലേക്കാണ്. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന 6ാം ക്ലാസ്സുകാരനിലേക്ക്. സിദ്ധാർത്ഥ് വരച്ച ചിത്രമാണ് പ്രധാനമന്ത്രി ശ്രദ്ധിച്ചത്. എന്നിട്ട് സിദ്ധാർത്ഥിനോട് മൈക്കിലൂടെ തന്നെ പ്രധാനമന്ത്രി പറയുകയാണ്, ആ കുഞ്ഞിന്റെ ചിത്രമടക്കം അഡ്രസ് അടക്കം എന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, ഞാൻ ആ കുഞ്ഞിന് മറുപടി നൽകുമെന്ന്. എന്തായാലും നമ്മൾ അത്തരത്തിൽ വാർത്തകളിലൂടെ കണ്ട സിദ്ധാർത്ഥിന്റെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. ഒരുപാട് ചിത്രങ്ങൾ വരച്ച ഒരുപാട് കഴിവുകളുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് സിദ്ധാർത്ഥ് എന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നു. സിദ്ധാർത്ഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയെ ആകർഷിച്ച ആ കുഞ്ഞ്. സിദ്ധാർത്ഥ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ? ഇല്ല. ഈ ചിത്രം എപ്പോ വരച്ചതാ? ഇന്നലെ രാത്രി. പപ്പ എപ്പോഴാ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞത്? ഇന്നലെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ചിത്രം വരയ്ക്കാനൊക്കെ തോന്നിയോ? അച്ഛനും എന്റെ ഒരു വല്യച്ഛനും പറഞ്ഞ ഐഡിയ, അപ്പൊ ഞാൻ വരച്ചു. എത്ര സമയം എടുത്തു ചിത്രം വരയ്ക്കാൻ? 2 മണിക്കൂർ. 2 മണിക്കൂർ കൊണ്ട് ചിത്രം വരച്ചായിരുന്നു. ഇതിനു മുമ്പ് വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്? സ്റ്റേജിൽ നിന്ന് കുഞ്ഞിന്റെ പേര് പറയുമ്പോഴേ കുഞ്ഞിന് മനസ്സിലായിരുന്നു കുഞ്ഞിനെ പറയുന്നത്? മനസ്സിലായി. അദ്ദേഹം ഒരു കത്തൊക്കെ എഴുതി അയക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ കത്ത് കിട്ടി എന്ത് ചെയ്യും? സൂക്ഷിച്ചു. നല്ല സന്തോഷമുണ്ടോ? കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തിരക്കൊക്കെ ആയിരുന്നില്ലേ? നിറയെ ആൾക്കാരായിരുന്നില്ലേ? പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും അവന് തന്നെ മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചത് എന്നുള്ളതാണ്. എന്തായാലും സന്തോഷമുണ്ട്. അവന്റെ അച്ഛൻ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഞാൻ ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി, പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പറ്റിയത് കുഞ്ഞിലേക്കാണ്. അതെ, ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഇത്രയും അടുത്താണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ ബ്രദർ വന്നു, പുള്ളി പറഞ്ഞു രാത്രി ഇങ്ങനെ പറയും നാളെ ഒക്കെങ്കിൽ വരാ, നമുക്ക് പോയി കാണാൻ പറ്റുകയാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു ഒന്ന് വരച്ചു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക്, പറ്റുകയാണെങ്കിൽ നമുക്ക് നാളെ കാണിക്കാം, അവരെ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നുള്ള ഇതിലാണ് നിന്ന്. പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. അവന് പ്രതീക്ഷിക്കാത്തൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയി. അവന് ഹാർഡ് വർക്ക് ചെയ്യുന്ന അവന് കിട്ടിയ ഒരു ബ്ലെസ്സിംഗ് ആണ്. അതെ, തീർച്ചയായിട്ടും. കാര്യം അതില് കുറെ കറക്ഷൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് ഞാനും പറയും ഇനിയിപ്പോ എന്തായാലും ആ ഒരു നമുക്ക് ടൈം ലിമിറ്റ് വളരെ കുറവാണ്. അത് കാരണം ഉള്ളത് വെച്ച് നമുക്ക് മാനേജ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഇതിലായിരുന്നു. അതെ, പിന്നെ ഭയങ്കര ഇതായിപ്പോയി. കാര്യം മോനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട് റോയിൽ അവിടെ ആ റോ കിട്ടിയതിലാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു പ്രതീക്ഷ. കാരണം പുള്ളിയുടെ ആ ഒരു എന്താ പറയാ ഒരു സ്ട്രേറ്റിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പൊ അത് തൊട്ടടുത്തായിരുന്നു. അപ്പൊ പുള്ളിക്ക് ആ ഒരു റെസ്പീരിയലാണ് പുള്ളി കാണുന്നത്. അപ്പൊ ഭയങ്കര ഒരു ഭാഗ്യമല്ലേ ഇത്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്ന് പ്രധാനമന്ത്രി കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിരുന്നു. എനിക്ക് അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള അറിയത്തില്ല. ഞാൻ എന്റെ കസിൻസും ഉണ്ടായിരുന്നു, അവരും ഇമോഷണൽ ആയിട്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള എനിക്കും ഒരു പിടുത്തമില്ലായിരിക്കാം. പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ. പിന്നെ കാണിക്കാൻ നേരത്തെ പുള്ളി ശ്രദ്ധിക്കില്ല എന്നുള്ളത് നമുക്ക് ആർക്കും പ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നാലും സന്തോഷം. ചിത്രം ഇപ്പം സാറ് NSG ടീമിന്റെ അടുത്ത് അത് കളക്ട് ചെയ്യാൻ പറഞ്ഞ് അവർ കൊണ്ടുപോയി. എത്തിക്കും. അത് കഴിഞ്ഞിട്ട് ലെറ്റർ മോന്റെ പേരിൽ എന്തോ അയക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്.
നമ്മളൊരു മോദിയെ കാണാൻ പോകുന്നു എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ BJP തിരുവനന്തപുരം പിടിക്കുന്നു, വലിയൊരു പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്ന സമയം കൂടെയാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം നോട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പുള്ളി ബേസിക്കലി പണ്ട് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യനാണ്. കാരണം സെൽഫിഷ്നെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല. അപ്പൊ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളോട് കൂടി നല്ല യോജിപ്പുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അത് മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ്. പിന്നെ ഇവർക്കൊരു എൻകറേജ്മെന്റ് ആണ്. കാര്യം ഈ ഒരു യങ്സ്റ്റർ ഏജില് അവർക്ക് ഇങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു അപ്രീസിയേഷൻ കിട്ടാന്ന് പറയാൻ നമ്മൾ ഇത്രയും വർഷമായി നമുക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ അവർക്ക് അത് കിട്ടുന്ന ഭാഗ്യമല്ലേ. അപ്പൊ അതിന് ഒരു സപ്പോർട്ട് ചെയ്ത ഒരു പ്രൈം മിനിസ്റ്റർ വരാന്ന് പറയാൻ ഏറ്റവും വലിയ കാര്യമല്ലേ. എത്ര കാലമായിട്ട് ചിത്രം വരയ്ക്കാൻ? മോന് 4 years തൊട്ട് തുടങ്ങിയാണ്. ഇപ്പൊ അവന് 12 years ആയി. ഇപ്പൊ 8 വർഷമായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫേസിന്റെ ഇത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അല്ലാതെ അവന് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സും അങ്ങനെ അല്ലാത്ത കുറച്ച് പിക്ചേഴ്സാണ് വരച്ചിട്ടുള്ളത്. എന്തായാലും സന്തോഷം. ഈ പറയുന്നത് പോലെ ഇനി പ്രധാനമന്ത്രി അയക്കുന്ന ആ ഒരു കത്തില് അത് കാത്തിരിക്കുകയാണ് കേരള സമൂഹം ഒന്നടങ്കം. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് അത് ഒന്നൊന്നര വരവ് തന്നെയായിട്ടാണ് ഇന്ന് കാണുന്നത്. ഈ പറയുന്നത് പോലെ കുഞ്ഞിന്റെ കാര്യം അടക്കം ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ളത് തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഒരു വരവ് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് കാണാം. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके। बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए। यहाँ ये मैडम भी कुछ देना चाहती है लग रहा है। वो बड़ा किताब बना करके लाई लगती है। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം ഒരു കൊച്ചു കുഞ്ഞ് കുറെ നേരമായി ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. മകനെ, നിന്റെ കൈ കഴിക്കും അവിടെ ഇരിക്കുക. ഞാൻ ഇവിടെ SP ജിയോട് പറയുന്നുണ്ട്, നിന്റെ ആ ചിത്രം ഇവിടെ ഏൽപ്പിക്കുക. ആ ചിത്രം തരുമ്പോൾ അതിന്റെ പിറകിൽ നിന്റെ അഡ്രസ്സും കുഞ്ഞിന്റെ അഡ്രസ്സ് കൂടി അതിൽ എഴുതണം. ഞാൻ കുഞ്ഞിനെ കത്തയക്കും.